കൈ കാണിച്ച് നോക്കട്ടെ. രാത്രി അഡ്മിറ്റായ പിന്നെ ഇതായിരുന്നു പണി. എനിക്ക് ഉറക്കില്ല, വേദന, മേലിൻ്റെയും വേദനയൊക്കെ കാരണമായിരുന്നു. കാരണം അവരെന്നെ എങ്ങനെ ചുമന്നെടുക്കായിരുന്നു. പിന്നെ ഞാൻ നല്ല കരച്ചിലും. എനിക്കാണെങ്കിൽ ഭയങ്കര വാശിയും ദേഷ്യവും. ഇറങ്ങും കയറും ഇറങ്ങും കയറും. എനിക്ക് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആപ്പം ഞാൻ കിടന്ന് അങ്ങോട്ട് കളിക്കും. പിന്നെ സമയം പോയി കുറേ നേരമായി. വെളുപ്പിനായിട്ടും ഞാൻ എന്ത് ചെയ്ത കരച്ചിട്ട് നിർത്തിയില്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണ് എനിക്ക് ചെറിയൊരു ആശ്വാസമായത്. ഇപ്പം ഞാൻ അവിടെ കയറുന്ന പഠിച്ചൊക്കെ ഇരുന്ന് കളിച്ചെടുത്ത് വീക്കി ഒന്ന് ഉഷാറായി. എനിക്ക് കിട്ടിയ കുത്ത അവർക്കും കൂടി ഞാൻ കുത്തി കൊടുത്തു. ഇങ്ങനെ അങ്ങോട്ട് കുത്തി അവിടെ ചിഹ്നം എടുക്കണ്ടായില്ല. അച്ഛനെ മാത്രം കുത്തിയാൽ മതി. ആ ചിഹ്നോനെ കൂടി കുത്തട്ടെ, 2 ബഡ്സ് എടുക്കട്ടാ. അവളവിടെ കിടക്കുന്നത് അവളെ കത്തട്ടെ കുത്തിട്ട് നിന്നെ ഞാനേ അങ്ങനെ വിട്ടില്ല. വേനണ്ടോടി ഇന്നലെ രാത്രി എന്നെ എത്ര കുത്തിട്ട് നീ നേഴ്സുമാരെടുത്ത് കൊണ്ടുപോയിട്ട് നിന്നെ ഞാൻ വലിച്ച് പറിച്ച് താഴെടൂടി ആയിട്ടില്ല. പിന്നെ നീ അവിടെ നിൽക്കടാ, നീ എങ്ങനെ പോണേ? കുത്തോണിട്ട് പോയാൽ മതി, അല്ലാതെ പുറത്തേക്കൊന്ന് കൊണ്ടുപോകോ, ഇന്നത് മടുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ അതേ ചൂട് കാരണം ചിഹ്നൻ്റെ ബനിയനൊക്കെ ഊരി ട്രൗസറൊക്കെ ഊരി സഗ്ഗർ മാത്രം ഇട്ട് എന്നായി താഴെ എത്തിച്ചൂട്ടാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ചു എത്തി. എന്നിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കുക കള്ളൻ അതിൻ്റെ നാണം കത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 3 ആൾ കൂടി താഴേക്ക് പോയി. എത്ര അകലം കിട്ടാ. എന്നിട്ട് എൻ്റെ അടുത്തേക്കൊക്കെ വന്നു. ഞങ്ങളവിടെ കളിച്ചൊക്കെ കുറച്ച് നേരം നടന്നു. എന്തൊരു ചൂടാണെന്ന് അറിയോ. എനിക്കാണെങ്കിൽ ചൂട് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു. നിന്നെ ഞാൻ ഇപ്പം ശരിക്കും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കുറേ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ നടത്താണ്ട് ഫ്രീ ആയിട്ടും നടക്കാൻ ശ്രമിക്കില്ല. അതാരാ പ്രാവൂട്ടണോ? പ്രാവേ ടാറ്റാ പ്രാവേ. ഓക്കെ ബായ്. എനിക്ക് വേദന എടുക്കുന്ന പേരില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കരയും. തന്നെ ചിരിപ്പിക്കാൻ വേണ്ടി തുമ്പി മനുഷ്യനെ കൂടി കുറേ കോപ്പണായി ഇരുന്ന് കാട്ടണ്ടായി. പാവങ്ങൾ അച്ഛനമ്മയായി പോയില്ലേ, എന്താ ചെയ്യാ?